ശബരിമലയിലെ മിൽമയുടെ നെയ്യ് തട്ടിപ്പിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ബോർഡിന്റെ ഭാഗത്തുനിന്ന് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് നടപടി. ശബരിമലയിലേക്ക് മിൽമ വിതരണം ചെയ്ത നെയ്യിൽ വ്യാജൻ കലർത്തിയതിനാൽ മിൽമയ്ക്കൊപ്പം ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സംശയമുനയിലാണ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലേക്ക് മിൽമ വിതരണം ചെയ്ത നെയ്യിൽ വ്യാജം കലർത്തിയതിൽ പങ്കാർക്കൊക്കെയാണ്? ദേവസ്വം സെക്രട്ടറി ഇക്കാര്യത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ മിൽമയ്ക്കും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കും പങ്ക് സംശയിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട്. കാരണം ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മിൽമയുടെ വ്യാജ നെയ്യ് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ദേവസ്വം വിജിലൻസിനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് SP 1 മാസത്തിനകം പരിശോധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ പങ്കുണ്ടോ, ഫുഡ് സേഫ്റ്റി പരിശോധനകൾ കൃത്യമായി നടന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിജിലൻസ് SP അന്വേഷിച്ച് തരാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പമ്പയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് നെയ്യ് മല കയറ്റി സന്നിധാനത്തെത്തിക്കുന്നത്. സന്നിധാനത്തെത്തിച്ച നെയ്യുടെ ടിന്നുകളൊന്നും തന്നെ പൊട്ടിച്ചതായോ മറ്റു തരത്തിലുള്ള കൃത്രിമങ്ങൾ കാട്ടിയതായോ തെളിയിക്കാനായിട്ടില്ലെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് മിൽമ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ജീവനക്കാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് തന്നെയാണ് റിപ്പോർട്ട്. നെയ്യിൽ വ്യാജൻ കലർത്തിയത് മിൽമയിൽ വെച്ചോ പമ്പയിലേക്കുള്ള യാത്രാ മധ്യയാണെന്ന് വിലയിരുത്തുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് മിൽമയുമായി നെയ്യ് കരാർ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തു. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്തിലേക്ക് മാത്രമാണ് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ തീരുമാനിച്ചത്. അത് 2025-ൽ PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതിയുടെ തീരുമാനമായിരുന്നു. എന്നിട്ട് മിൽമയുടെ നെയ്യിൽ തന്നെ വലിയ തട്ടിപ്പ് നടക്കുകയായിരുന്നു. ഞങ്ങൾ മിൽമ ഏൽപ്പിച്ചു. മിൽമയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ലാബിനെ വെച്ചു. ലാബ് ക്ലിയർ ചെയ്ത് മുകളിൽ കയറി. ഇപ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് മോശമായിരുന്നു എന്നുള്ളത്. ബോർഡിന് ഞങ്ങൾക്ക് എന്ത് വീഴ്ച സംഭവിച്ചു? ശബരിമലയിലേക്ക് നെയ്യഭിഷേകത്തിനും മറ്റുമായി ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് തന്നെ ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് ധാരാളമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും വിലയിരുത്തൽ. പ്രതിദിനം 10,000 ലിറ്റർ നെയ്യാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇത് തന്നെ ശബരിമലയിൽ അപ്പമരവണ നിർമ്മാണത്തിന് ആവശ്യമായതാണെന്ന് വിലയിരുത്തുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.